അനിക്കാട് ഗവൺമെന്റ് വെൽഫെയർ എൽ.പി. സ്കൂളിലെ ന്യൂസ് ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 11 ബുധൻ. വാർത്തകൾ വായിക്കുന്നത് ഗൗതം കൃഷ്ണ ജയസ്. ബീഹാറിൽ എൻ.ഡി.എ സഖ്യം ഭരണം നിലനിർത്തി. സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സമിതികളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. ബൈഡനും കമലയ്ക്കും അഭിനന്ദന പ്രവാഹം. സ്പെഷ്യൽ സ്കൂൾ ഓൺലൈൻ സംസ്ഥാന കലോത്സവത്തിൽ പുറക്കാട് ശാന്തി സദനം സ്കൂളിന് ഒന്നാം സ്ഥാനം. കോവിഡ്-19 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നു. IPL ക്രിക്കറ്റ്. മുംബൈ ഇന്ത്യൻസ് കിരീടം നേടി. വാർത്തകൾ വിശദമായി. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ വീണ്ടും ഭരണത്തിലേക്ക്. 125 സീറ്റുകൾ എൻ.ഡി.എ നേടി. മഹാസഖ്യം 115 സീറ്റും നേടി. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. അടുത്ത ഭരണസമിതി അധികാരമേൽക്കുന്നതുവരെ ഉദ്യോഗസ്ഥ ഭരണം ഇന്നു മുതൽ നിലവിൽ വരും. അടുത്ത തദ്ദേശ സ്വയംഭരണ സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ സ്വീകരിച്ചു തുടങ്ങും. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയും ഐക്യരാഷ്ട്ര സംഘടന അഭിനന്ദിച്ചു. കൂടാതെ നിരവധി അന്താരാഷ്ട്ര സംഘടനകളുടെയും അഭിനന്ദനങ്ങൾ ഇരുവർക്കും ലഭിച്ചു. മാലിയിൽ 2020 എന്ന പേരിൽ നടത്തിയ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ ഓൺലൈൻ കലോത്സവത്തിൽ തിക്കോടി പഞ്ചായത്തിലെ പുറക്കാട് ശാന്തി സദനം സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 1.61% കുറഞ്ഞു. ഇന്നലെ 6010 പുതിയ രോഗികൾ, 6698 പേർ രോഗമുക്തരായി. സ്പോർട്സ് വാർത്തകൾ. IPL ക്രിക്കറ്റ്. കിരീടം മുംബൈ ഇന്ത്യൻസിന്. 8 ഗോൾ ശേഷിക്ക് 5 വിക്കറ്റിനാണ് അവർ ഡൽഹിയെ പരാജയപ്പെടുത്തിയത്. 5ാം തവണയാണ് മുംബൈ ഇന്ത്യൻസ് കിരീടത്തിൽ മുത്തമിടുന്നത്. നാട്ടുവാർത്തകൾ. ന്യൂസ് ക്ലബിലൂടെ ഞങ്ങൾ ആവശ്യപ്പെട്ട റോഡ് പ്രശ്നം പരിഗണിക്കപ്പെട്ടു. പണി മുടങ്ങിക്കിടന്ന കിയൂർ അനിക്കാട് റോഡിന്റെ പ്രവൃത്തി പുനരാരംഭിച്ചു. ശ്രീ കെ രാജൻ എംബസിയുടെ ഫണ്ടിൽ നിന്ന് 1.25 കോടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡ് കൊറോണയും മഴയും കാരണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. വെൽഫെയർ സ്കൂൾ കുട്ടികൾ ആശ്രയിക്കുന്ന ഒരു പ്രധാന റോഡാണിത്. വെൽഫെയർ സ്കൂളിലെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.